അവർ ചെയ്തു വെച്ച കറക്റ്റ് ആണോ എന്ന് അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ചിലപ്പം ഉണ്ടാവില്ലായിരിക്കും. അത് ചെയ്തത് ശരിയാണോ, വേറെ ആരെങ്കിലും നോക്കിയാൽ തെറ്റ് കണ്ടുപിടിക്കുമോ, പിടിച്ചാൽ ഇവർക്ക് തന്നെ ഒരു ഇഷ്യൂ ഉണ്ടാവോ, ഓണർമാർ ഇവർ ചീത്ത പറയുമോ. നമസ്കാരം. എക്സ്പെർട്ട് അഡ്വൈസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. യുഎയിലെ പ്രവാസികളെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളും അക്കൗണ്ട്സും ഒക്കെ എപ്പോഴും തലവേദന, അല്ലെങ്കിൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഏത് തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകണം, ഇതിന്റെ നിയമകാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിൽ പലവിധ സംശയങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ സംശയങ്ങൾക്കും ആളുകൾക്ക് അക്കൗണ്ട് സംബന്ധിച്ച് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മേഖല സംബന്ധിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് ഇന്നും എക്സ്പെർട്ട് അഡ്വൈസ് ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ആദ്യത്തെ പങ്കെടുക്കുന്നത് CA ജെയ്സൺ മണ്ഡപത്തിലാണ്, ഫ്രം ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ട്സ്. സ്വാഗതം. താങ്ക് യു. അപ്പോൾ നമ്മൾ ആരംഭിക്കുമ്പോൾ പ്രധാന ഡിസ്കഷനിലേക്ക് നമ്മൾ കടക്കും മുമ്പ് പ്രേക്ഷകർക്ക് ഉന്നയിച്ച ചില സംശയങ്ങൾക്ക് നമുക്ക് ആദ്യം മറുപടി കൊടുക്കേണ്ടതുണ്ട്. അത് പ്രധാനമായിട്ടും ഇവന ടാക്സ് പോർട്ടലിൽ ലോഗിൻ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. ലോഗിൻ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് ഇത് സംബന്ധിച്ച് പറയുന്നത്. എന്താണ് അതിന്റെ ഒരു വ്യക്തത? നമുക്ക് ഈയിടെ ആയപ്പോഴത്തേക്കും ഐ തിങ്ക് ഒരാഴ്ച ആയിട്ടുണ്ടാവില്ലായിരിക്കാം, അതിന് മുന്നേ തന്നെ നമുക്ക് MRA ടാക്സ് പോർട്ടലിലോട്ട് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ടാക്സിബിൾ പേഴ്സൺ ആ പോർട്ടലിലോട്ട് കയറുമ്പോൾ തന്നെ FTA ഇങ്ങോട്ടേക്ക് തന്നെ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി. അതായത് ഇപ്പം ഒരു കമ്പനി ഓണർ പുള്ളിയുടെ FTA പോർട്ടലിലോട്ട് കയറി ലോഗിൻ ചെയ്യാൻ നോക്കുവാണെങ്കിൽ അവരാദ്യം ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം, അതായത് നിങ്ങളുടെ പോർട്ടലിലോട്ട് കടത്തി വിടുന്നതിന് മുന്നേ തന്നെ ചോദിക്കാൻ പോകുന്നൊരു ചോദ്യമാണ് നിങ്ങളുടെ ബിസിനസ് ആക്ടിവിറ്റി അപ്ഡേറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ബിസിനസ് ആക്ടിവിറ്റി അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മുടെ ട്രേഡ് ലൈസൻസി പ്രകാരം അല്ലെങ്കിൽ ഈ കമ്പനി ചെയ്യുന്ന ആക്ടിവിറ്റി പ്രകാരം നിങ്ങളുടെ മെയിൻ പ്രൈമറി ആക്ടിവിറ്റീസ് എന്താണാവോ അതൊരു സെറ്റ് ഓഫ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് പറയണം. അപ്പോൾ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ 3-4 ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ 3-4 ആക്ടിവിറ്റീസ് തന്നെ സെലക്ട് ചെയ്തിട്ട് അതിൽ ഏതാണാവോ നമ്മുടെ പ്രൈമറി ആക്ടിവിറ്റിയും നമ്മൾ സെലക്ട് കൊടുക്കണം. ഇതിൻ്റെ ഒരു യൂസ് കേസ് എന്ന് വരുന്നത് ബേസിക്കലി ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നത് FTAക്ക് ഡേറ്റ കളക്ഷൻ ഒരു പ്രൈമറി ഗോളായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ 100 രൂപ സെയിൽസ് ഉണ്ട് എനിക്കെന്ന് ഞാൻ പറഞ്ഞു. അത് എൻ്റെ ഈ സെലക്ട് ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റീസ് ആയിട്ട് എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. എത്ര ശതമാനമാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടിയത്, എത്ര ശതമാനം മറ്റേ ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടിയെന്നെല്ലാം കൊടുക്കണം. അപ്പോൾ ഇമാജിൻ UAE മൊത്തം എല്ലാ ബിസിനസ്സിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ഡേറ്റ അവർ കളക്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതി അനാലിസിസ് നല്ല രീതി അനാലിറ്റിക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു മാനദണ്ഡം മാത്രമാണ്. കറക്റ്റ്. അത് കൃത്യമായി ഈ സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ ഡേറ്റാസ് നൽകിയാൽ ഈ ലോഗിൻ ചെയ്യുന്നുള്ള പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. കറക്റ്റ്. അത് ജസ്റ്റ് ഒറ്റൊരു ടൈം മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. അതങ്ങ് കൊടുക്കുക, വേറൊരു ഇമ്പാക്റ്റ് ഒന്നും വരുന്നില്ല ഇതിൽ. ജസ്റ്റ് ആക്ടിവിറ്റി എന്താണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. കുറേ പേർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാം, അതായത് അവരുടെ ആക്ടിവിറ്റി പറഞ്ഞ അതേ ആക്ടിവിറ്റി തന്നെ ഈ പറഞ്ഞ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ചിലപ്പം ഉണ്ടാവില്ലായിരിക്കാം. അപ്പോൾ ദേ ആർ സെയിങ് കുഴപ്പമില്ല, ഏറ്റവും ക്ലോസസ്റ്റ് ആയ ബിസിനസ് ആക്ടിവിറ്റി എന്താണോ ഒരു ഡിസ്ക്രിപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അത് വെച്ചൊന്ന് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ദാറ്റ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് വിച്ച് എവറി ഓണേഴ്സ് വിൽ ഡു. ഇപ്പം കുറേ ആയിട്ട് എസ്പെഷ്യലി നമ്മുടെ ക്ലയൻസ് ആണെങ്കിലും അവർ ലോഗിൻ ചെയ്ത് ഈ ഒരു മെസ്സേജ് വരുമ്പോഴത്തേക്ക് എല്ലാവരും നിങ്ങൾ എത്തുന്നുണ്ട്, ലൈക്ക് ഇതെന്താ പുതിയ നോട്ടീസ് വന്നതാണോ എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും പേടിക്കണ്ട, ജസ്റ്റ് കൃത്യമായിട്ട് നിങ്ങളുടെ ബിസിനസ് ആക്ടിവിറ്റി എന്താണോ അത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഒരു വൺ ടൈം ആക്ടിവിറ്റി തന്നെയാണ് ഇത്. അത് കൃത്യമായിട്ട് ചെയ്താൽ ചെയ്യാൻ സാധിക്കും അല്ലേ? ഈ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓഡിറ്റിംഗ് എന്ന പ്രധാന വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഓഡിറ്റിംഗ് എന്തുകൊണ്ടാണ് ഈ പലപ്പോഴും ഓഡിറ്റിംഗിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഓഡിറ്റിംഗിന് ആൾ വരുന്നു എന്നൊക്കെ പലപ്പോഴും നമ്മൾ പേടിയോടുകൂടി പറയാറുണ്ട്. അതാണ് അത്തരത്തിലൊരു കാര്യം എന്താണ്? ഡെഫിനറ്റ്ലി. ഇപ്പം ഈ ഒരു പ്രൊഫഷണൽ ആയത് കാരണം വി ക്യാൻ സീ നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും തന്നെ കുറേ പേര് ഇങ്ങനെ അയ്യോ ഓഡിറ്റേഴ്സ് വരുന്നു പറയും ചിലപ്പം. അപ്പം ബിസിനസ് ഓണേഴ്സ് ആയാൽ അവർക്കും അറിയാം, they'll get to know that okay കുഴപ്പമില്ല, അവരായിട്ട് ഇച്ചിരി കംഫർട്ടബിൾ ആയിരിക്കാം. പക്ഷെ അവർ ചിലപ്പം അവരുടെ അക്കൗണ്ടന്റ്മാരിനോട് പറയുന്നത് ലൈക്ക് നാളെ ഓഡിറ്റർ വരുന്നുണ്ടെല്ലാം റെഡിയാക്കി വെക്കാന്ന്. അപ്പൊ അവരൊന്ന് പേടിപ്പിച്ചു വിടും. ഇവിടെ ഇപ്പം പേടിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ there are few things already. കാരണം one of the most major point is അക്കൗണ്ടന്റ്മാർക്ക് ചിലപ്പം അൺസർട്ടനിറ്റി ഉണ്ടാവും. ഈ അൺസർട്ടനിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ അവർ ചെയ്തു വെച്ച കറക്റ്റ് ആണോ എന്ന് അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ചിലപ്പം ഉണ്ടാവില്ലായിരിക്കും.
അത് ചെയ്തത് ശരിയാണോ, വേറെ ആരെങ്കിലും നോക്കിയാൽ തെറ്റ് കണ്ടുപിടിക്കുമോ, പിടിച്ചാൽ ഇവർക്ക് തന്നെ ഒരു ഇഷ്യൂ ഉണ്ടാവോ, ഓണർമാർ ഇവർ ചീത്ത പറയുമോ, ഇങ്ങനത്തെ കുറേ അൺസർട്ടനിറ്റീസ് ഉണ്ടാവാം. ചിലപ്പം അവരുടെ ലാക്ക് ഓഫ് നോളജ് ആവാം, പ്രോപ്പർ ട്രെയിനിങ് ചിലപ്പം കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം. ചിലപ്പം ദേ മസ്റ്റ് ഹാവ് ഹാഡ് എ ജൂനിയർ അക്കൗണ്ടന്റ്, പക്ഷെ അവർക്കൊരു ആന സൈസ് പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവർക്കും ഹാൻഡിൽ ചെയ്യാത്തൊരു ടാസ്ക്കായി മാറാം. പക്ഷെ എൻ നമ്പർ ഓഫ് റീസൺസ് ആർ ദർ. ആദ്യം അവർക്ക് പേടി വരുന്ന ആദ്യത്തെ ഒരു പോയിന്റാണ് ഈ അൺസർട്ടനിറ്റി. അടുത്തതെന്ന് വെച്ചാൽ ചിലപ്പം ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ ടൈം പ്രഷർ ഉണ്ടാവും. ടൈം പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ദേ വിൽ ഹാവ് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ്, ഡെയിലി അക്കൗണ്ടിങ് എൻട്രീസ് ഒക്കെ പാസ് ചെയ്യാൻ, ഡെയിലി ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. നമ്മൾ ഓഡിറ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അവരൊന്ന് ബുദ്ധിമുട്ടിക്കേണ്ടി വരും. കാരണം ഇന്ന സപ്പോർട്ടിങ്സ് ഒന്ന് തരേണ്ടി വരും, ഇന്ന എക്സ്പ്ലനേഷൻസ് തരേണ്ടി വരും, ചിലപ്പോൾ മീറ്റിങ്ങിന് ഇരിക്കണം. അപ്പോൾ ഒബ്വിയസ്ലി ദേ വിൽ ഹാവ് ടു സ്പെൻഡ് സം ടൈം ഡ്യൂറിങ് ദിസ് ഓഡിറ്റ്. അപ്പോൾ അങ്ങനെ സ്പെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവർക്കും ഒരു ടൈം കൺസ്ട്രെയിൻ ചിലപ്പം വരാം. അപ്പോൾ കുറേ പേർക്ക് നല്ലൊരു കോമൺ കംപ്ലൈന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ നല്ല രീതി ഒരു വലിയ ചോദ്യം അങ്ങോട്ടേക്ക് ഇടും. അപ്പോൾ അവരിങ്ങോട്ടേക്ക് വരും, ഒന്ന് കുറച്ച് തരാമോ, കാരണം അവർക്ക് തന്നെ ഡെയിലി ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം. ബട്ട് നൺദലെസ് ദാറ്റ് ഈസ് ഓൾസോ വൺ ഇഷ്യൂ ദാറ്റ് യു നോ ആൾക്കാരൊന്ന് പേടിക്കും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലർക്കൊരു റെപ്യൂട്ടേഷണൽ ഹിറ്റ് വരുമെന്നൊരു പേടി ഉണ്ടാവാം. റെപ്യൂട്ടേഷണൽ ഹിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പുറത്തുനിന്ന് ഒരാൾ വന്ന് അവരുടെ അക്കൗണ്ട്സ് നോക്കുന്നു, അവരുടെ കണക്ക് നോക്കുന്നു, അവരുടെ ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കുക. ആൻഡ് ദെൻ ഒബ്വിയസ്ലി നോട്ട് ഓൾ ബിസിനസ്സസ് ആർ പെർഫെക്റ്റ്. എന്തെങ്കിലുമൊക്കെ കാണും, ഇവിടെയും അവിടെയും ഒരു ലീക്കേജ് എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ ചിലവർക്ക് ദേ മൈറ്റ് ഫീൽ ലീഗൽ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത്. ലീഗൽ ഇഷ്യൂസ് അല്ലാണ്ട് തന്നെ റെപ്യൂട്ടേഷണൽ, അതായത് ചിലപ്പം അവരുടെ ഒരു ഈഗോ ഹിറ്റ് ആവാം, സ്ഥാപനത്തിനൊരു ബാഡ് അടി ആവോ, ബാക്കി എല്ലാവരും അറിഞ്ഞാൽ അതൊരു മോശമല്ലേ എന്നൊരു ചിന്ത വരാം. അപ്പോൾ ഡെഫിനറ്റ്ലി ലീഗൽ ഇഷ്യൂസ് ഇസ് എ ബിഗ് തിങ് ഇറ്റ്സെൽഫ് ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ചില ആൾക്കാർക്ക് അത് തിരിച്ചറിയണമെന്നില്ല. കറക്റ്റ്, അത് തന്നെ. ദേ മൈറ്റ് നോട്ട് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. പക്ഷെ നമ്മൾ പോയി പറയുമ്പോഴായിരിക്കും അവർ ചിന്തിക്കുന്നത് അയ്യോ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും. ചിലപ്പം ലേറ്റ് ആയി പോയിട്ടുണ്ടാവാം, അപ്പോൾ ഫൈൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ അതെല്ലാം മാറ്റി വെച്ച് എ വെരി കോമൺ ഇഷ്യൂ ദാറ്റ് വി ഹവ് ഫേസ്ഡ് ഇസ് ഈ പറഞ്ഞ റെപ്യൂട്ടേഷണൽ ഹിറ്റ്. അപ്പോൾ ചിലപ്പം ഒരു പ്രൈഡിനെ ടച്ച് ചെയ്യാം, അവർക്കൊരു മോശം ചിലപ്പം തോന്നാം. ബട്ട് അതെല്ലാം മാറ്റി വെച്ച് ദേ ഷുഡന്റ് ബി അഫ്രൈഡ് ഓഫ് ഇറ്റ്. കാരണം ഓഡിറ്റ് എന്നൊരു ഫങ്ഷൻ ചെയ്യുന്നത് അവരുടെ ഒരു നല്ലതിന് വേണ്ടി, ഫോർ ദെയർ ബെറ്റർമെന്റ്. എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ലീക്കേജ് ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കുക, അത് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോഴും യു എയിലാണെങ്കിൽ ബിസിനസ് നടത്തുന്നവർ എപ്പോഴും ചെറിയ ബിസിനസ്സിൽ തുടങ്ങി അത് വലിയ വളർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു. എപ്പോഴും ആളുകൾ ഇതിൽ ഇൻകം ഏൺ ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അത് ലീഗലി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഓഡിറ്റേഴ്സ് എപ്പോഴും അവർക്ക് നൽകുന്ന നിർദ്ദേശവും, അല്ലെ? അത് തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. ഓഫ് കോഴ്സ്. ആൻഡ് ഇത് എന്തായാലും when they are trying to grow it, ആ ഒരു വഴിയിലോട്ട് പോകുമ്പോൾ, ആ ഒരു ഗ്രോത്തിലോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെയും അവിടെയും തട്ടും മുട്ടലൊക്കെ ഉണ്ടാവും. പക്ഷേ വി ആർ there for a support over there. എവിടെങ്കിലും വഴി തെറ്റി പോകുന്നുണ്ടെങ്കിൽ കൊണ്ടുവരുത്തണം. അതെ, തീർച്ചയായിട്ടും. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഈ ഓഡിറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അക്കൗണ്ട്സ് മേഖല, ഇപ്പോൾ കമ്പനികളൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല വാർത്തകളിലൂടെയും പല മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ ഈ ലീഗൽ ഇഷ്യൂസ് അക്കൗണ്ട് സംബന്ധിച്ചും അല്ലെങ്കിൽ തിരിമറികളൊക്കെ കാണിച്ച് അത് വലിയ ലീഗൽ ഇഷ്യൂസായി ഫേസ് ചെയ്യുകയും പിന്നീട് അത് യു എയിൽ തന്നെ എത്താൻ കഴിയാത്ത രീതിയിലേക്ക് പ്രമുഖ ബിസിനസ്സുകാരൊക്കെ മാറുന്ന വാർത്തകളൊക്കെ മുൻകാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ ആ രീതിയിലേക്ക് കടക്കാതിരിക്കാൻ കൃത്യമായും ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിൻ്റെ അടുത്തു നിന്നും കൃത്യമായ അഡ്വൈസ് തേടുക. അത് തന്നെയാണ് എക്സ്പെർട്ട് അഡ്വൈസ് പ്രേക്ഷകരിലേക്ക് നൽകുന്നത്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ CA ജെയ്സൺ മണ്ഡപത്തിലുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. 056693699 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായ സേവനങ്ങൾ പ്രേക്ഷകർക്ക് ലഭിക്കുന്നതാണ്. ഈ നമ്പർ നോട്ട് ചെയ്താൽ ഏത് സമയത്തും അവൈലബിൾ ആണ്, അല്ലേ? അതെ, ഓക്കെ. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഏത് തരത്തിൽ മുമ്പോട്ട് പോകണമെന്നുള്ള ശരിയായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രേക്ഷകർക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് താങ്കളുടെ അനുഭവത്തിൽ ഈ ഓഡിറ്റ് സമയത്ത് കാണുന്ന പൊതുവായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ നമ്മൾ ഈ ആൻസൈറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. മറ്റു തരത്തിൽ ഏതൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഓഡിറ്റ് സമയത്ത്? ആദ്യം ഐ തിങ്ക് നിങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും ഒരു പേടിയുടെ ഒരു റീസൺ ആയിരുന്നു നമ്മളപ്പം ഡിസ്കസ് ചെയ്തായിരുന്നത്. ഇപ്പം ഓഡിറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ചില കോമൺ ഇഷ്യൂസ് ഓർ കോമൺ ഫൈൻഡിങ്സ് നമുക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ തരത്തിൽ ഒരെണ്ണം ഫൈൻഡ് ചെയ്യുന്നത് മെയിൻലി അവർ ചിലപ്പം അക്കൗണ്ടന്റ്മാരായിരിക്കാം, ബിസിനസ് ഓണേഴ്സ് ആയിരിക്കാം. അവർ നമ്മുടെ FTA അവരുടെ വാറ്റ് ഫയലിങ്ങിൽ കാണിക്കുന്ന ഫിഗേഴ്സ് അവരുടെ അക്കൗണ്ട്സ് ആയിട്ട് ചിലപ്പം മാച്ച് ആവില്ലായിരിക്കാം. അത് നല്ലൊരു വ്യത്യാസം കാണും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം 100 രൂപ സെയിൽസ് എന്നതിൻ്റെ വാറ്റ് അതോറിറ്റീസ് വാറ്റ് ഫയലിംഗ് ഞാൻ കാണിച്ചു കൊടുത്തു.
മറിച്ച് ആക്ച്വലി ദീസ് പീപ്പിൾ മൈറ്റ് ഹാവ് 120, 150 ചിലപ്പം ആയിരിക്കും അവരുടെ ബുക്സിൽ അല്ലെങ്കിൽ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് എ വെരി കോമൺ മാൽ പ്രാക്ടീസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ആക്ച്വലി. ആൻഡ് അത് തീർച്ചയായിട്ടും റദ്ദാക്കണം. അതിപ്പം പുറത്തുനിന്നൊരു FTA ഓഡിറ്റ് വരുന്നതിന് മുന്നേ തന്നെ നമ്മളായിട്ട് തന്നെ അതൊന്നും കണ്ടുപിടിച്ച് മാറ്റിയിരിക്കേണ്ടി വരും. വെരി കോമൺ റീസൺ വൈ പീപ്പിൾ ഡു ദിസ് ഇസ് ചിലപ്പം ക്യാഷ് ഫ്ലോ ഇഷ്യൂസ് ഉണ്ടാവും. അവരിപ്പം പെട്ടെന്ന് ഈ ഒരു ക്വാർട്ടറിൽ അത്രയും വാറ്റ് അടിക്കാൻ പറ്റാത്തൊരു ക്യാഷ് ഫ്ലോ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ ആ ടൈമിൽ അവരെന്ത് ചെയ്യുന്നു, സെയിൽസ് ഒക്കെ കുറച്ച് കാണിച്ച് അവരടുത്ത ക്വാർട്ടറിൽ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ ചിലപ്പം ആ ഒരു പ്രാക്ടീസ് അങ്ങനെ ക്യാരി ഫോർവേഡായി ചിലപ്പം കാണിക്കാതെ തന്നെ വരുമായിരിക്കാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി എല്ലാവരും ഷുഡ് സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. അപ്പോൾ ചെറിയ ബിസിനസ് ആയാലും വലിയ ബിസിനസ് ആയാലും ഏത് ലെവലിലാണെങ്കിലും ആ ഒരു മിസ് മാച്ച് ബിറ്റ്വീൻ വാറ്റ് ഫയലിംഗ് ആൻഡ് യുവർ അക്കൗണ്ടിങ് ബുക്സ് ഷുഡ് ഡെഫിനറ്റ്ലി ബി. യെസ്, വൺ ഓഫ് ദി മോസ്റ്റ് കോമൺ ടെസ്റ്റിംഗ് ഒരു ഓഡിറ്റർ വന്ന് ചെയ്യുമ്പോൾ അവരാദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ വൺ ഓഫ് ദി ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണിത്. ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് ആണിത്. VAT വേഴ്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് രണ്ടും മാച്ച് ആണോ എന്ന് ആദ്യം നോക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കോമൺ ഇൻകൺസിസ്റ്റൻസി അത് തീർച്ചയായും നിർത്തേണ്ടി വരേണ്ടതാണ്. സം ഓഫ് ദി അതർ കോമൺ പോയിന്റ്സ് ആർ ഇപ്പം നല്ല രീതി ഫോർ എക്സാമ്പിൾ ഇപ്പം 2024 ആയപ്പോഴത്തേക്കും ടാക്സിൻ്റെ പീരീഡ് തുടങ്ങി. അപ്പോൾ 2024 ഉണ്ടാവുന്ന പ്രോഫിറ്റ് വിൽ ബി സബ്ജക്ട് ടു ടാക്സ്. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു, സ്വാഭാവികം പ്രോഫിറ്റ് ഒന്ന് കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈ കിട്ടുന്ന എല്ലാ എക്സ്പെൻസ് ആൾക്കാർ ബിസിനസ് ബുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ഒന്ന് കുറച്ചാൽ നമുക്ക് ടാക്സ് കുറച്ചാൽ കൊടുത്താൽ പോരെ. ബട്ട് ആ ഒരു പ്രാക്ടീസ് ഓൾസോ ഇസ് ഡെഫിനറ്റ്ലി ഷുഡ് ബി സ്റ്റോപ്പ്. കാരണം നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം നമ്മളല്ലാതെ ഒരു സൈലന്റ് പാർട്ട്ണറും കയറിയിട്ടുണ്ട് നമ്മുടെ ബിസിനസ്. അത് ഗവൺമെന്റ് തന്നെ. നമ്മൾ അവർക്ക് കണക്ക് കൊടുക്കണം. സ്പോൺസർ ആയിട്ടും അല്ല, ഗവൺമെന്റ് ആയിട്ട് തന്നെ ഒരു ടാക്സ് കളക്ഷൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സൈലന്റ് പാർട്ട്ണർ ആയിട്ട് അവർ വേറെ ഒന്നും ഇടപെടില്ല. എല്ലാ കൊല്ലം കഴിയുമ്പോഴത്തേക്കും 9 മാസത്തിനുള്ളിൽ എന്റെ ടാക്സ് ഫയലിംഗ് കൊടുക്കണം, എന്റെ കണക്കെല്ലാം അവർ കാണിച്ചു കൊടുക്കണം. ആൻഡ് അതിൽ നിന്നുണ്ടാവുന്ന പ്രോഫിറ്റിൽ എത്രയാണോ 9% വിൽ ബി സബ്ജക്ട് ടു ടാക്സ്. അപ്പോൾ ലൈക്ക് എ സൈലന്റ് പാർട്ട്ണർ ഇൻ പ്രോഫിറ്റ് ആൻഡ് ഇൻ ലോസസ് ഓൾസോ യു ക്യാൻ സേ. അപ്പോൾ അവർക്കൊരു കണക്ക് കാണിക്കുമ്പോൾ അന്യായ രീതിയിൽ എക്സ്പെൻസ് ഒക്കെ കൂട്ടി കാണിക്കുവാണെങ്കിൽ അവർക്കും ഒരു ഡൗട്ട് അടിക്കും. ഡെഫിനറ്റ്ലി ദേ വിൽ കം ഫോർ എ ടാക്സ് അസസ്മെന്റ്. അസസ്മെന്റിലൂടെ ചോദിച്ച് ഇങ്ങനത്തെ എക്സ്പെൻസസ് ഒക്കെ അവർ കണ്ടുപിടിച്ചാൽ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും ഫൈൻ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ടാക്സ് ഇവേഷൻ എന്ന പേരിൽ തന്നെ ഫൈൻ will come. അത് എത്ര തരംസ് ആയിരിക്കും ഫൈൻ വരിക? It depends on the nature of the what do you say malpractice that happened. എത്ര ഏത് സ്കെയിലാണ് നമ്മുടെ ടാക്സ് നമ്മൾ വെട്ടിച്ചു പോയേ അതനുസരിച്ചിരിക്കും. അപ്പോൾ it can go up to 3 times of the tax that you tried saving or that you tried hiding. ഇതൊരു ഫൈൻ മാത്രമാണോ കമ്പനിക്ക് ഏതെങ്കിലും ലീഗൽ തരത്തിലുള്ള ഇഷ്യൂസ്? ഫൈൻ ഡെഫിനറ്റ്ലി വരും. ആൻഡ് ഫൈൻ്റെ കൂടെ തന്നെ ഒരു നോട്ടപ്പുള്ളിയായി മാറും. അപ്പോൾ ഒരു റെപ്യൂട്ടേഷണൽ ഹിറ്റും അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിലും ഇത് മെൻഷൻ ആയി വരും. അടുത്ത കൊല്ലം ഇവർക്ക് ഇത്രയും തരത്തിൽ ഒരു ഫൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് ഇപ്പം ബാങ്കിന് കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ കാണും ലൈക്ക് ഇവര് ശരിയായ വഴിയിലല്ല പോകുന്ന ടീംസ് അല്ലാന്ന്. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു റെപ്യൂട്ടേഷണൽ ഹിറ്റായിട്ട് തന്നെ പിന്നീട് മാറും. അപ്പോൾ ഇങ്ങനത്തെ ചില പ്രാക്ടീസസ് ദേ ഹാവ് ടു ഡെഫിനറ്റ്ലി സ്റ്റോപ്പ്. അനദർ കോമൺ ഇഷ്യൂസ് ചിലപ്പം മിസ്സിങ് എൻട്രീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ബുക്സ് തന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ടുണ്ടാവാം. എല്ലാ മാസം കൃത്യമായിട്ട് അവരുടെ എല്ലാ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് തീർക്കണം. മറിച്ച് ദർ ആർ സിറ്റുവേഷൻസ് വേർ സർട്ടൻ ട്രാൻസാക്ഷൻസ് ആർ മിസ്ഡ് ഔട്ട്. അവർ ചിലപ്പം ഇട്ടിട്ടുണ്ടാവില്ലായിരിക്കും, മറന്നു പോയിട്ടുണ്ടാവാം, അറിയാതെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനത്തെ ഇൻകംപ്ലീറ്റ്നെസ് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന കണക്ക് ശരിയല്ലായിരിക്കും. അപ്പോൾ ദാറ്റ് കേസ് അതിൻ്റെ പിന്നാലെ ഓടി അതിൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് വീണ്ടും അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ബിസിനസ് ഓണറിനെ ഒന്ന് ബുദ്ധിമുട്ടിച്ച് അങ്ങനെ ഒന്നും വേദനിപ്പിക്കേണ്ടി വരും in order to complete it. അപ്പോൾ that is also very very common issue that we face with. കൃത്യമുള്ള സിസ്റ്റം ഫോളോ ചെയ്യാന്നുള്ളല്ലേ? ഡെഫിനറ്റ്ലി കൃത്യൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കിത് എല്ലാ എൻട്രീസ് ഒരു ചെക്ക് ലിസ്റ്റ് ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞു എല്ലാ മാസവും ഒന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചാൽ ഡെഫിനറ്റ്ലി അതൊരു 100% പക്കായിട്ട് തന്നെ നമുക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ആ ഒരു അക്കൗണ്ട്സ് കാണുമ്പോഴത്തേക്കും. മറിച്ച് മിസ്സിംഗ് ഒക്കെ എൻട്രീസ് ഉണ്ടെങ്കിൽ നമുക്കും ഒരു ചെക്കർ വന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ചെക്കറുടെ ഒരു കോൺഫിഡൻസ് തന്നെ കുറഞ്ഞു പോകുന്നുണ്ട് ഇവിടെ. അപ്പോൾ കൂടുതൽ ചോദ്യം വരാൻ പോകുന്നേ ഉള്ളൂ.
So that is also definitely one common point that everyone should look out for. അടുത്തൊരു പോയിന്റ് എന്ന് പറയാനുള്ളത് എന്ന് വെച്ചാൽ ചിലപ്പം അല്ലെങ്കിൽ എല്ലാ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും ദർ ആർ സർട്ടൻ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഓർ പ്രൊവിഷണൽ എൻട്രീസ് ടു ബി പാസ്. ഇപ്പം ടെക്നിക്കലി അക്കൗണ്ടൻസ് ആണെന്നുണ്ടെങ്കിൽ കേൾക്കുന്നത് അവർക്ക് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു പോയിന്റ്. ഫോർ എക്സാമ്പിൾ എല്ലാ കൊല്ലം എനിക്ക് എൻ്റെ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ഗ്രാറ്റുവിറ്റി ഒക്കെ എനിക്ക് റെക്കോർഡ് ചെയ്ത് വെക്കണം. കൊടുത്തിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷെ അവര് പോകുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു പ്രൊവിഷൻ ആയിട്ട് ബുക്ക് ചെയ്ത് വെക്കണം. അതായത് ഇയാൾ നാളെ പോവുകയാണെങ്കിൽ എനിക്ക് എത്ര കൊടുക്കേണ്ടി വരും എന്ന് ഞാൻ ഇന്ന് തന്നെ ബുക്ക് ചെയ്ത് അതായ കൊല്ലത്തിൻ്റെ എക്സ്പെൻസ് ആയിട്ട് എനിക്ക് ബുക്ക് ചെയ്യണം. അത് ലേബർ ലോ പ്രകാരം ഐ ഹാവ് ടു സാറ്റിസ്ഫൈ ആൻഡ് എൻ്റെ അക്കൗണ്ടിങ് സൈഡിലും ഐ ഹാവ് ടു സാറ്റിസ്ഫൈ. അപ്പോൾ കുറേ ഓഡിറ്റ്സ് നമ്മൾ പോകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ എൻട്രീസ് ഒന്നും പാസ് ചെയ്യാറില്ല, അവർ ബുക്ക് ചെയ്ത് വെക്കാറില്ല ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് എ വെരി ബിഗ് ബ്രീച്ച്. അതായത് അക്കൗണ്ടിങ് സെൻസിലും ലേബർ ലോ സെൻസിലും അതൊരു ഇഷ്യൂ തന്നെ ആവാം. സോ മേക്കിംഗ് സച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഓർ ഇയർ എൻഡ് എൻട്രീസ് ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. And another, last but not the least, one most common issue that we face is ചിലപ്പം നമ്മൾ ഒരു ക്ലയൻറ്റിൻ്റെ ഓഫീസിൽ പോകുന്നു, എന്നിട്ട് അക്കൗണ്ടൻറ്റിനോട് ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോഴത്തേക്കും അവരുടെ ഏറ്റവും ഒരു കോമൺ എക്സ്ക്യൂസ് ഓർ കോമൺ റിപ്ലൈ ദാറ്റ് വി ഗെറ്റ് ഇസ് ഞാനല്ലായിരുന്നു, വേറെ ഒരു അക്കൗണ്ടൻ്റ് ആയിരുന്നു എന്നെ മുന്നേ. അപ്പോൾ നല്ല രീതിയിൽ തള്ളിവിടാൻ നോക്കും അവിടെ. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഡെഫിനറ്റ്ലി ദേ മൈറ്റ് ഓൾസോ നോട്ട് ഹാവ് എൻ ഐഡിയ ഓഫ് ഇറ്റ്. ബട്ട് ഫ്രീക്വൻ്റ്ലി ചേഞ്ചിങ് യുവർ അക്കൗണ്ടൻറ്റ് അതും നല്ലൊരു കാഴ്ചയല്ല അവിടെ, നല്ലൊരു പോയിന്റ് അല്ല അവിടെ. കാരണം ഫ്രീക്വൻ്റ്ലി നമ്മുടെ അക്കൗണ്ടൻറ്റ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരാൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്ക് സ്റ്റൈൽ അല്ലായിരിക്കും മറ്റേയാൾ ചെയ്യുന്നത്. അതും കൃത്യം ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ അവരുടെ സ്റ്റൈലിൽ തന്നെ റെക്കോർഡ് ചെയ്ത് പോകും. ചിലപ്പം അവർ മിസ് ചെയ്ത് ആ ഒരു ട്രാൻസിഷൻ ഗ്യാപ്പിൽ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് വരുമ്പോൾ ചെക്കറായി എന്ന രീതിയിൽ നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്കും ഒരു കോൺഫിഡൻസ് കുറയും. അപ്പോൾ നമ്മുടെ ചോദ്യം മെച്ചൂർഡ് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ. സോ ദീസ് ആർ വെരി കോമൺ മിസ്കൺസെപ്ഷൻസ്. പ്രോബബ്ലി എല്ലാ ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ എല്ലാ അക്കൗണ്ടന്റ്മാർക്ക് അറ്റ്ലീസ്റ്റ് 1 or 2 ഓഫ് ദീസ് പോയിന്റ്സ് ദാറ്റ് ഐവ് സെഡ് അവർക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം കേട്ടുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടന്റുമാർക്ക്. ഡെഫിനറ്റ്ലി. അപ്പം ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും ആളുകൾ അല്ലെങ്കിൽ ഈ അക്കൗണ്ട്സ് സ്ഥാപനങ്ങളുടെ അക്കൗണ്ടന്റുമാർ എപ്പോഴും അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് കൃത്യമായിട്ടൊരു ട്രെയിനിങ്ങും അല്ലെങ്കിൽ ദേ ഷുഡ് ബി അപ്ഡേറ്റഡ് വിത്ത് ഇറ്റ്. ഒരു ജൂനിയർ അക്കൗണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ട്രെയിനിങ് സീനിയറുടെ കയ്യിൽ നിന്ന് കിട്ടണം. ഓൾ ദാറ്റ് ഓൾസോ ഡെഫിനറ്റ്ലി മാറ്റേഴ്സ്. ഇപ്പോൾ മറ്റൊരു രാജ്യം അല്ലെങ്കിൽ ഇന്ത്യ പോലെയല്ല ഇവിടുത്തെ ഫിനാൻഷ്യൽ സിസ്റ്റവും അല്ലെങ്കിൽ അക്കൗണ്ട്സും അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്യൂസും അല്ലെങ്കിൽ ലീഗൽ കോംപ്ലിക്കേഷൻസും ഒക്കെ ഒരുപാട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം എപ്പോഴും അക്കൗണ്ടന്റുമാർ അത് 1 by 1 ആയി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തന്നെ പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഓഡിറ്റർമാരെത്തുമ്പോഴും ഈ പറയുന്ന രീതിയിലുള്ള മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഡെയിലി തന്നെ എല്ലാം നേരിട്ട് നടന്നു പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ്പെഷ്യലി ഇന്ത്യ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇന്ത്യ ഓൾറെഡി ഹാസ് ടാക്സ് സിസ്റ്റം സിൻസ് കുറെ മുന്നേ ആയിട്ട് തന്നെ ഈ ഒരു ടാക്സ് പ്രാക്ടീസും എല്ലാ കൊല്ലം ഓഡിറ്റ് ചെയ്യുന്നതും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതും ഈ ഒരു കൾച്ചർ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അക്കൗണ്ടന്റ് ആയാലും അവിടുത്തെ കമ്പനീസ് ആയാലും എവരിവൺ ഈസ് അവെയർ ഓഫ് ഇറ്റ്. അതായത് കൃത്യമായിട്ട് ഇന്ന കാര്യം ചെയ്യണം, ഇന്ന ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യണം, എല്ലാ കൊല്ലം കഴിയുമ്പോഴത്തേക്കും ടാക്സ് ഫയലിംഗ് ചെയ്യണമെന്ന് പണ്ടത്തെ ഒരു പ്രാക്ടീസ് അവർക്ക് തന്നെ ആ ഒരു പ്രാക്ടീസ് ഉണ്ട്. മറിച്ച് യു എയിലോട്ട് വരുമ്പോഴത്തേക്കും അൺടിൽ 2024 എവറിത്തിങ് വാസ് വെരി നല്ല സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാം നല്ല ചില്ലായിരുന്നു ഇവിടെ. കാരണം അധികം റൂൾസ് ഇല്ല, ജസ്റ്റ് വെരി ബേസിക് റൂൾസേ ഉണ്ടായിരുന്നുള്ളൂ. കൃത്യമായിട്ട് ബേസിക് കണക്കെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. വാറ്റ് വരുന്നതിന് മുന്നേ അതും ഇല്ലായിരുന്നു. പക്ഷെ വാറ്റ് വന്നേ പിന്നെയാണ് ഇച്ചോടെ അക്കൗണ്ട്സ് ഒന്ന് സ്ട്രിക്റ്റ് ആവാൻ തുടങ്ങി. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വാറ്റി കാണിക്കുന്ന സെയിൽസും ഇവരുടെ ബുക്സിൽ കാണിക്കുന്ന സെയിൽസും രണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ തന്നെ പിടിക്കും. അപ്പോൾ സ്ലോലി ഇറ്റ് ഈസ് ഗെറ്റിംഗ് ടൈറ്റർ, സ്ലോലി ഇറ്റ് ഈസ് ഗെറ്റിംഗ് മോർ സ്ട്രക്ചർഡ്. ഒരുവിധം നല്ലൊരു സ്റ്റെപ്പാണ് ഇത് തന്നെ. കാരണം നല്ല രീതിയിൽ സ്ട്രക്ചർ ആയിട്ട് വരുന്നുണ്ട് എല്ലാം, നല്ല രീതിയിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് നീങ്ങുന്നുണ്ട് എല്ലാവരും. മറ്റൊന്ന് എന്ന് പറഞ്ഞത് ഈ ഓഡിറ്റിന് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ളതാണ്. ഈ ഇതുപോലെ ഇപ്പം ഓഡിറ്റ് സുഗമമായും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളില്ലാതെയും നടത്തുന്നതിന് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. ഷുവർ. ഇപ്പം ഐ തിങ്ക് നമ്മൾ ആദ്യത്തെ 2 പോയിന്റ് സംസാരിച്ച ഒരെണ്ണം പേടി ഉള്ളത് എന്ത് കാരണമായിരിക്കും, മറ്റേത് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഒരു കോമൺ എറേഴ്സ് ഒക്കെ കാണുന്നത്. പക്ഷെ ഇതെല്ലാം മാറ്റി മറിക്കാൻ ഡെഫിനറ്റ്ലി ദർ ആർ സർട്ടൻ തിങ്സ്.
അക്കൗണ്ടന്റ്മാരും ചെയ്യണം, ബിസിനസ് ഓണേഴ്സായിട്ടും ചെയ്യണം. ഓക്കെ. ആസ് എ ടീം രണ്ടുപേരും ഇത് തന്നെ ചെയ്യേണ്ടി വരുന്ന ചില കാര്യങ്ങളുണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് കൃത്യമായിട്ട് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതായത് ഡേ ടു ഡേ എൻട്രീസ് എല്ലാം കംപ്ലീറ്റ് ആക്കി തീർക്കുക എന്ന ആദ്യത്തെ ഒരു കടമയുണ്ട്. ഡേറ്റ കംപ്ലീഷൻ അല്ലെങ്കിൽ എൻട്രീസ് എല്ലാം ആദ്യം കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇറ്റ്സെൽഫ്. അത് തീർക്കുമ്പോൾ തന്നെ കൂടെ എ വെരി ബേസിക് പ്രാക്ടീസ് ദാറ്റ് എവരി വൺ ഷുഡ് ഡു ഇസ് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് അവരുടെ ബാങ്ക് അക്കൗണ്ട്സ് എടുത്ത് ഓരോ ട്രാൻസാക്ഷൻസ് നോക്കി ഇതെല്ലാം എൻ്റെ ബുക്സിൽ റെക്കോർഡായി വന്നിട്ടില്ലേ, എൻ്റെ ബുക്കിലുള്ള ബാലൻസും എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള ബാലൻസ് രണ്ടും മാച്ച് ആണോ, മാച്ച് അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും, ദർ വിൽ ബി ഡിഫറൻസസ് ഇൻ മെനി കേസസ്. ആ ഡിഫറൻസസ് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഡേ ടു ഡേ റെക്കോർഡ്സ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം, ട്രാൻസാക്ഷൻസ് എല്ലാം കയറ്റിയിരിക്കണം. ആൻഡ് എ വെരി ബേസിക് തിങ് ഇസ് നമ്മുടെ ബാങ്ക് റിക്കൺസിലേഷൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി അക്കൗണ്ടൻസ് വിൽ ബി അവെയർ വാട്ട് എ ബാങ്ക് റിക്കൺസിലേഷൻ ഇസ്. ചിലപ്പം ബിസിനസ് ഓണേഴ്സിന് ഇത് നോട്ട് ബി നോയിങ് ഇറ്റ്, നോക്കിയിട്ടുണ്ടാവില്ലായിരിക്കാം ഇത്. സോ ഐ വുഡ് സജസ്റ്റ് ചെക്ക് വിത്ത് യുവർ അക്കൗണ്ടന്റ് ഈ ബാങ്ക് റിക്കൺസിലേഷൻ എന്താണെന്നൊന്ന് നോക്കുക ആൻഡ് ഗെറ്റ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇറ്റ്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള ട്രാൻസാക്ഷൻസും എൻ്റെ ബാലൻസും എൻ്റെ ബുക്സിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് നോക്കണം. ചിലപ്പം വന്നിട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ വന്നിട്ടില്ലായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദി റീസൺസ് ഫോർ ദിസ് ഡിഫറൻസും നോട്ട് ചെയ്ത് വെക്കണം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അതിനുശേഷം എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എസ്പെഷ്യലി ഈ ഒരു 2024 അല്ലെങ്കിൽ ഈ 2020s കാലത്തിൽ ഇസ് ടെക്നോളജി. ടു മേക്ക് യൂസ് ഓഫ് ദ റൈറ്റ് ERP. ERP എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറയാം ഇൻ സിമ്പിൾ ടേംസ്. കൃത്യമായിട്ട് എസ്പെഷ്യലി ഈ ഒരു ടെക്നോളജി കാലത്ത് മേക്ക് യൂസ് ഓഫ് അവൈലബിൾ സോഫ്റ്റ്വെയർസ്, മേക്ക് യൂസ് ഓഫ് അവൈലബിൾ ടെക്നോളജി ഫോർ മെയിൻറ്റെയിനിങ് യുവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. പണ്ടത്തെ പോലെ മാനുവലി ബുക്സോ അല്ലെങ്കിൽ മാനുവലി വെറുതെ ഒരു എക്സലൊക്കെ ആയിട്ടല്ല മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വി ആർ എ സ്റ്റെപ്പ് അഹെഡ്, വി ഹാവ് ടു ഗോ എ സ്റ്റെപ്പ് അഹെഡ്. ഇപ്പം പല നല്ല സോഫ്റ്റ്വെയർസ് ഓൾറെഡി അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇപ്പം എല്ലാവർക്കും ടാലി എന്ന് കേട്ടിട്ടുണ്ടാവും. പണ്ടൊട്ട് ചെറുപ്പം തൊട്ട് എല്ലാവരും കേൾക്കുന്ന ഒരു അക്കൗണ്ട്സ് ആദ്യം മനസ്സിൽ വരുന്ന ടാലി എന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ടാലി അല്ലാതെ ക്വിക്ക് ബുക്സ്, സോഹോ, Focus, n number of ERPs are there in the market that is available, and all of these are being improved. നല്ല രീതി ടെക്നോളജി എനേബിൾഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ബേസിക്സ് ഒന്ന് തന്നെയാണ്, എല്ലാം ബേസിക്സ് ഒന്ന് തന്നെ. അക്കൗണ്ട്സിന്റെ ബേസിക്സ് എന്ന് പറയുമ്പോൾ എല്ലാം ഇറ്റ്സ് ദ സെയിം. ഏത് ERP എടുത്താലും അതിന്റെ ഒരു സ്കെലിട്ടൺ ഒന്ന് തന്നെയായിരിക്കും. ഹൗ ഇറ്റ് ഈസ് റെക്കോർഡിംഗ് ഡേറ്റ, വേർ ഇറ്റ് ഈസ് റെക്കോർഡിംഗ് ഡേറ്റ, എന്ത് റിപ്പോർട്ടൊക്കെ കിട്ടുന്നത്, ബേസിക് ആയിട്ട് എല്ലാ സാധനം ഒന്ന് തന്നെയായിരിക്കും. പക്ഷെ അതിന്റെ യൂസർ ഇന്റർഫേസ്, അതിന്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് വിൽ ഡിപ്പെൻഡ്. ഇപ്പം ന്യൂ ERPs എല്ലാം ക്ലൗഡ് ബേസ്ഡ് ERPസിലോട്ടാണ് നീങ്ങുന്നത്. ക്ലൗഡ് ബേസ്ഡ് ERPയിലോട്ട് നീങ്ങുമ്പോൾ ഓണറിനാണെങ്കിൽ ഹി ക്യാൻ സീ ഹിസ് അക്കൗണ്ട്സ് ഫ്രം ഹിസ് ഹൗസ് ഇറ്റ്സെൽഫ്. ഫോൺ തുറന്നിട്ട് പുള്ളിയുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുക, പുള്ളിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുക, ഇന്ന ദിവസം എത്ര സെയിൽസ് റെക്കോർഡായെന്ന് പുള്ളിക്ക് ഇതിൽ നോക്കിയാൽ മതി. ഹി ഡസൻ ഹാവ് ടു ഗോ ടു ദി അക്കൗണ്ടന്റ്, അവരോട് ചോദിച്ച് അക്കൗണ്ടന്റ് ചുമ്മാ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ സമയം കളയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആവശ്യമെല്ലാം നെഗേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് മാറുന്നുണ്ടല്ലോ. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ഇപ്പം ഞാൻ പാസ് ചെയ്യുന്ന ഒരു എൻട്രി ഉണ്ടെങ്കിൽ എനിക്ക് എൻട്രിയുടെ കൂടെ തന്നെ ഒരു ഡോക്യുമെന്റ്, ഒരു ഫോട്ടോ, ബില്ലിൻ്റെ ഒരു ഫോട്ടോ എടുത്താൽ എനിക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നാളെ ഓഡിറ്റേഴ്സ് വരുമ്പോൾ ഇവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല, അക്കൗണ്ടൻസിനെ ബുദ്ധിമുട്ടിക്കേണ്ട. മറിച്ച് ERP കയറി ആ ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ അതിൻ്റെ കൂടെ അറ്റാച്ച്മെന്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ചോദ്യം അല്ലെങ്കിൽ അവരുടെ ടൈമും ലാഭിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ. സോ മേക്കിംഗ് യൂസ് ഓഫ് ദ റൈറ്റ് ടെക്നോളജി ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. സൂക്ഷിക്കുന്നതിനും ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കുകയും ചെയ്യാം. കറക്റ്റ്. കുറെ പേപ്പർ വർക്കും ഒഴിവായി ഇപ്പം ERP എല്ലാം ഒരു ക്ലൗഡ് ബേസ്ഡ്, എല്ലാം ഒരു ടെക്നോളജി ബേസ്ഡിലോട്ടാണ് നീങ്ങുന്നത്. അപ്പോൾ ആ വഴി തന്നെ എല്ലാവർക്കും ചിന്തിക്കാം. മൂന്നാമത്തെ എന്ന് വെച്ചാൽ ഇപ്പം വോട്ട് യു സേ, ഈ എക്സ്റ്റേണൽ ഓഡിറ്റ് അല്ലെങ്കിൽ ഈ ഓഡിറ്റ് എന്ന് പറയുന്നത് കൂടുതൽ ഇയർ എൻഡ് കഴിഞ്ഞിട്ടൊരു ഓഡിറ്റ് ആയിരിക്കാം എല്ലാവരുടെ മനസ്സിൽ. പക്ഷെ അതല്ലാതെ ഒരു പീരിയോഡിക് ഓഡിറ്റ് ഒന്ന് നടത്താം. അതായത് ഒരു ഫുൾ ഇയർ കഴിഞ്ഞിട്ട് ഫൈനലി ഒരു പുറത്തുനിന്നൊരു ഓഡിറ്ററിനെ വിളിച്ചിട്ട് എല്ലാം ചെക്ക് ചെയ്യിപ്പിക്കുന്ന ഇറ്റ്സ് എ പോസ്റ്റ്മോർട്ടം വർക്ക്. അതായത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ പോസ്റ്റ്മോർട്ടം. എവിടെയൊക്കെയാണ് തെറ്റ് പറ്റിയ, ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് മാറ്റേണ്ടതെന്ന് വി ക്യാൻ ഡെഫിനറ്റ്ലി ടെൽ. ബട്ട് നല്ലൊരു ടൈം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. മറിച്ച് പീരിയോഡിക് അല്ലെങ്കിൽ ഇന്റേണൽ റിവ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ 2 മാസം കൂടുമ്പോൾ, എല്ലാ 1 മാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ ക്വാർട്ടർ കൂടുമ്പോഴത്തേക്കും
ഒന്ന് ചെറുതായിട്ട് ഒരു ചെക്ക് ചെയ്യും, ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഇന്ന ഐറ്റം ചെയ്തോ എന്നൊന്ന് പറഞ്ഞ് ഓക്കെ ഓണറിന് തന്നെ ചെക്ക് ചെയ്യാം, അക്കൗണ്ടന്റ് തന്നെ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ പുറത്തുനിന്നൊരു ഇന്റേണൽ ഓഡിറ്റർ ആയിട്ട് തന്നെ ആരെങ്കിലും ഹയർ ചെയ്തൊന്ന് ചെക്ക് ചെയ്യിപ്പിക്കാം. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു ഡു പീരിയോഡിക് ചെക്കിങ്. ഓക്കെ ആൻഡ് അനദർ തിങ് ഈസ് ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ് ഡോക്യുമെന്റിങ് എവറിത്തിങ്. ഓക്കെ ഒരു ബില്ലാവാം, അതിൻ്റെ സപ്പോർട്ടിംഗ് ആവും, ഒരു കോൺട്രാക്റ്റ് ആവാം. അപ്പോൾ ഈ ഒരു ന്യൂ ഏജ് അക്കൗണ്ടിങ്ങിലോട്ട് നീങ്ങുമ്പോൾ എല്ലാം ഫിസിക്കലി സെപ്പറേറ്റും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, എവിടെ വെച്ചേന്നും മറന്നു പോകേണ്ട ആവശ്യമില്ല. ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്യാം, ഒരു സ്കാൻ എടുത്തിട്ട് അങ്ങ് അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഒരു ERP ജസ്റ്റ് മേക്ക് ഷുവർ നല്ലൊരു ERP തന്നെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്, ഡേറ്റ നല്ല രീതിയിൽ ബാക്കപ്പ് ചെയ്ത് വെക്കണം. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് വൺ പോയിന്റ് ഇസ് ഐ തിങ്ക് സുവിൻ പറഞ്ഞതുപോലെ ടീമിനെ ഒന്ന് ട്രെയിൻ ചെയ്യേണ്ടി വരും, അക്കൗണ്ടന്റിനെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ദോ അക്കൗണ്ടിങ് ബേസിക്സ് വിൽ നെവർ ചേഞ്ച്, ഇറ്റ്സ് ഗോയിങ് ടു ബി ദ സെയിം. ഈ പറയുന്ന ഓരോ ബിസിനസ് സ്റ്റൈലാവാം, ബിസിനസ് ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ രീതിയാവാം, ഓരോ രീതിയിൽ അക്കൗണ്ടന്റ് മസ്റ്റ് ബി റിഫ്രഷ്ഡ്. അവർക്ക് നല്ല രീതിയിൽ ഒരു ട്രെയിനിങ് കൊടുത്ത് അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കണം. ആൻഡ് നോട്ട് ജസ്റ്റ് ബേസിക് അക്കൗണ്ട്സ്, ഇപ്പം ടാക്സും പല കംപ്ലയൻസസും വന്നിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം അക്കൗണ്ടിങ്ങും ചെയ്യാൻ. എന്തായാലും ഇതിനെപ്പറ്റി അവെയറായി കൃത്യമായ ഇപ്പം തുടക്കം മുതൽ സൂചിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഡെയിലി ബേസിസ് അല്ലെങ്കിൽ റെഗുലർ ബേസിസിൽ ഇത് കൃത്യമായ അതിൻ്റെ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓഡിറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ സ്ഥാപന ഉടമയ്ക്കാണെങ്കിലും മറ്റുള്ള ആളുകൾക്കാണെങ്കിലും ക്ലൗഡ് ബേസിസ്, പുതിയ സോഫ്റ്റ്വെയർ, പുതിയ അപ്ഡേറ്റ്സ്, അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ യുഗത്തിലാണ് ആളുകളൊക്കെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ആ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്രയും വേഗം ഇത് റെഗുലർ ബേസിൽ ആളുകൾക്ക് അല്ലെങ്കിൽ കമ്പനികൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ അക്കൗണ്ട്സ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. വളരെ സിമ്പിളായി കൊണ്ടുപോകാൻ കഴിയും. അതെ, ചോദ്യവും കുറച്ച് കിട്ടും, അവർക്ക് പേടിയും കുറച്ച് വെക്കും, കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യങ്ങളാണ് എന്തായാലും പറഞ്ഞു വെച്ചത്. എന്തായാലും ഇന്നത്തെ സമയം നമുക്കിവിടെ അവസാനിക്കുകയാണ്. ഒട്ടനവധി കാര്യങ്ങൾ യുഎയിലെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടും ഫിനാൻഷ്യൽ മേഖലയുമായൊക്കെ ബന്ധപ്പെട്ടും, അല്ലെങ്കിൽ ഈ ഇപ്പോൾ നിലവിൽ നടത്തുന്ന ടാക്സ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇത് ഏത് തരത്തിൽ സുഗമമായി മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു സമഗ്രമായ അവലോകനമാണ് ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ CA ജെയ്സൺ മണ്ഡപത്തിൽ നമുക്ക് നൽകിയത്. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് കമ്പനികളുമായി ബന്ധപ്പെട്ടൊക്കെ കമ്പനികളുടെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സംശയങ്ങൾക്ക് CA ജെയ്സൺ മണ്ഡപത്തിലുമായി ബന്ധപ്പെടാം. സ്ക്രീനിൽ നമ്പർ കാണിച്ചിട്ടുണ്ട്, 056-6936-999 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കും. ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മളുടെ ഒപ്പം അതിഥിയായി പങ്കെടുത്തത് ഉസൈൻ അൽ ഷംസി, ചാർട്ടേഡ് അക്കൗണ്ട്സ് ഫ്രം CA ജെയ്സൺ മണ്ഡപത്തിലാണ്. ഈ ഷോയിൽ പങ്കെടുത്തതിന് നന്ദി. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെയും നന്ദി, നമസ്കാരം. താങ്ക് യു.